ഹലോ ഹലോ ഹലോ, ഇന്നൊരു ഡിന്നർ ആയാലോ? അതിനുവേണ്ടി ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് ഉപ്പും ഇട്ട് നമുക്കൊന്ന് ചിക്കനെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചു. കുറച്ച് ചിക്കൻ മതി കേട്ടോ. ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഒരു 20 മിനിറ്റ്സ്. പിന്നെ ഒരു വലിയ പൊട്ടറ്റോ എടുക്കുന്നുണ്ട്, അതിനെ ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതും ഈ പൊട്ടറ്റോടെ ഉപ്പ് ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. പിന്നെ ഒരു പകുതി സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ മൈദയോ ഗോതമ്പ്. ഞാനിപ്പോൾ ഗോതമ്പ് എടുത്തേക്കുന്നത്. ചൂടുവെള്ളത്തിൽ നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഗോതമ്പ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ. നല്ലോണം ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഒരു അധികം കട്ടി വേണ്ട, അന്ന് ഭയങ്കര തിന്നും ആവണ്ട കേട്ടോ. നല്ലോണം പ്രസ് ചെയ്ത് ആക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കണ്ടുപിടിച്ച റെസിപ്പിയാണ് കേട്ടോ. സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ അത്രയും വേസ്റ്റായി പോകും. അപ്പം നമുക്ക് അതിനെ മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് അല്ലേ, അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കും. സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ കുക്കറിലുള്ളത് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളത്തിന് മാത്രം നമുക്ക് മാറ്റാം കേട്ടോ, സെപ്പറേറ്റ് ചെയ്യാം. ഇതിന് വേണ്ടി ഞാൻ ഒരു വട്ടം ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഫില്ലിങ്ങില്ലേ, അത് വെച്ച് ചെയ്തൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് മോന് കൊടുക്കാൻ വേണ്ടി ആയതുകൊണ്ട് അധികം എരിവൊന്നും ആഡ് ചെയ്യുന്നില്ല. ഒരു പാൻ വെച്ചു, ഈ വെള്ളത്തിനൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, അല്ലെങ്കിൽ ലീക്കാവും. പാൻ വെച്ചു, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് കുറച്ച് ഒരു സ്മെല്ലിന് വേണ്ടി ആച്ചിയുടെ ചിക്കൻ മസാല ആഡ് ചെയ്യണ്ട കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആച്ചിയുടെ ഈ ഒരു മസാല. ആച്ചിയുടെ വേറെ പ്രൊഡക്റ്റൊന്നും എനിക്ക് അത്ര പറ്റിയിട്ടില്ല, പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതിട്ട് കൊടുത്തു. കരിയരുതട്ടോ, ലോ ഫ്ലെയിമിൽ വേണം. എന്നിട്ട് നമ്മുടെ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടറ്റോ ചിക്കൻ്റെ മിക്സ് ഇല്ലേ, ഞാൻ ബോൺലെസ് ചിക്കനാട്ടോ എടുത്തത്. നല്ലോണം മിക്സ് ചെയ്യാം. എനിക്ക് മസാല കുറവുമായിട്ട് തോന്നി, അപ്പം ഞാൻ കുറച്ചും കൂടി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആച്ചിയുടെ. ഇതിടുമ്പോൾ നല്ലൊരു അരോമ ആയിരിക്കും കേട്ടോ വീട് നിറച്ചും. നല്ലോണം അതിനെ മിക്സ് ആക്കുക. നല്ലോണം മിക്സായി ഒന്ന് ആക്കിയിട്ടുണ്ട്. നല്ലോണമായി ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുക, ഒന്ന് ആറട്ടെ. എന്നിട്ട് നമുക്ക് ഈ ചപ്പാത്തിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തിൻ ലെയർ മാതിരി ഇതിനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സാധാ നമ്മളിങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വേറൊരു ചപ്പാത്തിയും കൂടി ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയല്ലേ ചെയ്യാം. ഞാൻ ഇന്ന് ഇതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യാം. തിൻ ലെയർ ആക്കിയിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഓരോന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ബോൾസ് എന്നുള്ള രീതിയാവും. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്താൽ മതി. ഓരോ ബോളിന് എത്ര വേണം നല്ല രീതിയിലാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഓരോ ബോളും എടുത്തിട്ട് കൈ വെച്ച് ഒന്ന് പതിയെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് തിന്നാക്കണ്ട, ഒരുപാട് തിന്നായി കഴിഞ്ഞാൽ ആ ഫില്ലിംഗ് ഒക്കെ പുറത്ത് വരും. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ദോശക്കല്ലിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിലിട്ട് വേണമെങ്കിൽ നല്ല ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഒരു അങ്ങനെ എന്താ പറയുക, റോസ്റ്റ് ചെയ്തെടുക്കില്ലേ, അതേമാതിരി ചെയ്യാം. ഞാനിപ്പോൾ ദോശക്കല്ലില്ലേ ഇരുമ്പിൻ്റെ, അതിലിട്ടിട്ടാണ് ഒന്ന് മറിച്ച് തിരിച്ചും. ടൈം എടുക്കട്ടെ കുക്കാൻ, കാരണം കട്ടിയില്ലേ, അപ്പോൾ കുറച്ച് ടൈം എടുക്കും. മറിച്ച് തിരിച്ച് ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല മുരിഞ്ഞിട്ട് അന്ന് ഉള്ളിൽ നല്ല സോഫ്റ്റും ഇതില്ലേ ഫില്ലിംഗ് ഒക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, അടിപൊളിയാണ്.
കുറേ നേരം ഇങ്ങനെ മറിച്ചും തിരിച്ചിട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ഫസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതേമാതിരി അടുത്തതും പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഞാൻ തിന്നാക്കുമ്പോൾ ഉള്ളിലത്തെ ഫില്ലിങ്ങൊക്കെ പുറത്ത് ചാടാൻ തുടങ്ങിയിട്ടാണ്. ഇനി ഞാൻ വിചാരിച്ചു നമ്മൾ പഴയ മാതിരി ഒരു ചപ്പാത്തി വെച്ചു, അതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ചിട്ട് മുകളിൽ പിന്നെ ഒരു ചപ്പാത്തിയും കൂടി ഇട്ടിട്ട് കട്ട് ചെയ്യാമെന്ന് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ അതൊരു ശരിയായില്ലെങ്കിലോ വിചാരിച്ച് സൈഡൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ട് ഈ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്തു, റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തു. പക്ഷെ എനിക്കിഷ്ടമായത് ഫസ്റ്റത്തെ തന്നെയാണ് കേട്ടോ. ഇത് ഒരുപാട് മാവ് വരും, അപ്പോൾ നമുക്ക് ഫില്ലിങ് കുറവ് മാതിരി ആകും. സൈഡൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് റോൾ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഫില്ലിങ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷെ ബെറ്റർ ആയിട്ട് തോന്നിയത് ഫസ്റ്റ് ചെയ്തത് തന്നെയാണ്. ഇത് കഴിക്കുമ്പോൾ കുറേ ചപ്പാത്തി ഫില്ലിങ് കുറച്ചുള്ള മാതിരി തോന്നും. എന്നിട്ട് ഇതിനെ കട്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ ചെയ്ത മാതിരി തന്നെ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യും. എൻ്റെ മോന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. അവൻ തന്നെ ഇതിങ്ങനെയുള്ളതൊക്കെയാണ്, ഓരോ വെറൈറ്റീസ് കൊടുത്തതിന് ആൾ തന്നെ കഴിച്ചോളും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം ഞാൻ ചോദിക്കേണ്ട എങ്ങനെയുണ്ടെന്ന്, അപ്പം ആളൊന്നും പറയുന്നില്ല. ആൾക്കൊന്ന് കഴിച്ച് ടേസ്റ്റ് കിട്ടിയതിന് ശേഷം ആൾ റിവ്യൂ പറയാം. ഇഷ്ടമായി, അതുകൊണ്ടാണ് ആൾ കഴിക്കുന്നത്. പറയുന്നത് ഓക്കെ ആണെന്ന്. അപ്പോൾ ഇഷ്ടമായി, എല്ലാവരും ട്രൈ ചെയ്യട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.